ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 1.5 കിലോ ബിരിയാണി അരിയുടെ അളവാണിത്. 200 ഗ്രാം പച്ചമുളക്, 4 വലിയ വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് നമുക്ക് നന്നായി ചതച്ചെടുത്തതാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 4 വലിയ തക്കാളിയും 11 വലിയ ഉള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. വലിയ ഉള്ളി നൈസായി നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. കുറച്ച് മല്ലിച്ചപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആദ്യം തന്നെ അരിഞ്ഞത് കൊണ്ടാണ് ഉള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ഉള്ളി മുറിച്ചുകൊണ്ട് കുക്കറിലേക്ക് ഇടാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഉള്ളി മുറിച്ച് തീരുമ്പോൾ തന്നെ ഉള്ളികളെല്ലാം ചൂടായി വന്നിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ വേഗം വിസിൽ വരുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാനിവിടെ ഓൾറെഡി മുറിച്ച് വെച്ചതായതുകൊണ്ട് ഓരോന്ന് ഇട്ട് ശേഷം വീണ്ടും ഇളക്കി ഇതൊന്ന് ചൂടായതിനു ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഇപ്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചതിന് ശേഷം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിലിടുകയാണ്. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫാക്കാവുന്നതാണ്. വിസിൽ വന്നില്ലെങ്കിൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഒരു ചീൻചട്ടി എടുത്ത് അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അത് ചൂടായതിനു ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച 4 തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അല്പം ഉപ്പ് കൂടി ചേർത്ത് സിമ്മിലാക്കി മൂടി വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. തക്കാളിയിലെ വെള്ളമെല്ലാം വറ്റി അത് വഴണ്ട് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. വഴണ്ട് വന്നതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ഉള്ളി എടുത്ത് ആ പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. നമുക്ക് കാണാവുന്നതാണ് ഉള്ളിയൊന്നും അടിയിൽ പിടിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളിയും മുളകും നമുക്കിതിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വാറ്റി വെച്ച തക്കാളി കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അല്പം പോലും വെള്ളം ചേർക്കാൻ പാടില്ല. മല്ലിച്ചപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. മൂടി വെച്ച് അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരടുപ്പത്ത് ഒരു ചോറ് വെക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം നെയ്യ് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 വെല്ലുള്ളി സ്ലൈസായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടാതെ 1 ക്യാരറ്റ് നീളത്തിൽ ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കാണ്. അഥവാ നിങ്ങൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനും കൂടുതൽ വെള്ളം എടുക്കേണ്ടി വരും. ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ ഇത് മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് 1/2 കപ്പ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നേരത്തെ നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി എടുത്ത് വെക്കാം. ഇതിലേക്ക് ഞാൻ 3 ഗ്രാമ്പൂ, 4 ഏലക്കായ്, 3 കറുവപ്പട്ട എന്നിവയൊക്കെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ചതിന് ശേഷം ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇതിനി അടച്ച് വെച്ച് നമുക്കൊരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ബാക്കി നേരം നമുക്ക് അരി വേവുന്ന വരെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം. ഒന്ന് വെന്ത് വരട്ടെ. അതേസമയം അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ വെച്ച ചിക്കൻ ചെറുതായി വെന്ത് വന്നിട്ടുണ്ടാകും. നമുക്ക് അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ അടച്ചു വെച്ച് ഒന്നുകൂടി വേവിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അപ്പുറത്തെ അടുപ്പിലുള്ള അരി ഒന്ന് സിമ്മിലിട്ടതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കാം. മസാലയിലെ വെള്ളം അത്യാവശ്യം വറ്റി വരുന്നുണ്ട്. അതിനർത്ഥം ചിക്കൻ അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട് എന്നാണ്.
ഇനി ഒരു ചീൻചട്ടി എടുത്ത് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടൊന്ന് നമുക്ക് മൊരിയിച്ചെടുക്കാം. അതേ ചീൻചട്ടിയിലേക്ക് നമുക്ക് ഒരു ഉള്ളി സ്ലൈസായി എറിഞ്ഞത് കൂടി ചേർത്ത് ഒന്ന് മൊരിയിച്ചെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായിരിക്കണം. ഇനി നമുക്ക് വെന്ത ചിക്കൻ്റെ പാത്രത്തിലേക്ക് ഒരു ഇല വെച്ച് കൊടുക്കാം. ഇത് ദമ്മിടേണ്ടിയിട്ടാണ്. പഴയ ഇല പാത്രത്തിന് കണക്കായി ഒന്ന് കീറി കൊടുക്കാം. ഇനി നമുക്കത് അതിലേക്ക് ആദ്യം തന്നെ അല്പം ചോറിട്ട് അതിനുശേഷം നെയ്യ് സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് അല്പം ഉള്ളി കൂടി വിതറി ഇതിലേക്ക് നമുക്ക് അല്പം മല്ലിച്ചപ്പിട്ട് കൊടുക്കാം. ഇത് ചോറ് തീരുന്നത് വരെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനത്തെ ലെയറായ ചോറ് കൂടി ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് കനലിട്ട് കൊടുക്കാം. ഞാനിവിടെ റൈസ് പോട്ട് ആയതുകൊണ്ട് തിളച്ച ചൂടുവെള്ളമാണ് വെക്കുന്നത്. അതിനേക്കാൾ നല്ലത് കനലാണ്. ഇനി നമുക്ക് കനൽ തണിഞ്ഞതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ ചോറുണ്ടാക്കി വെച്ച പാത്രത്തിലേക്ക് ചോറിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇല മാറ്റി വെച്ച് ഇത് സെപ്പറേറ്റ് തന്നെ സെർവ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മുടെ നാടൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.